ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം റോമർക്കെഴുതിയ ലേഖനം 8-ാം 28-ാമത്തെ വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു, അല്ലെങ്കിൽ വ്യാപരിപ്പിക്കുന്നു. ശരിക്കുള്ള തർജ്ജമ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എല്ലാം ദൈവം എങ്ങനെയാണ് നന്മയ്ക്കാക്കി അത് മാറ്റുന്നത്? നമ്മൾക്ക് പലപ്പോഴും സംശയങ്ങൾ ഉളവാകാം. നമുക്ക് പലപ്പോഴും ദൈവത്തെ തന്നെ അവിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയേക്കാം. എന്നാൽ ദൈവത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. യോസെഫിന്റെ ജീവിതം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവൻ സ്വപ്നങ്ങൾ കണ്ട ഒരു മനുഷ്യനാണ്, ദർശനങ്ങൾ കണ്ട ഒരു മനുഷ്യനാണ്. മറ്റാർക്കും, തൻ്റെ സഹോദരങ്ങൾക്കോ തൻ്റെ പിതാവിനോ തൻ്റെ മാതാവിനോ വെളിപ്പെടുത്തി കിട്ടാത്ത അനേക സ്വപ്നങ്ങൾ അവൻ കണ്ടു. എന്നാൽ സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തകർച്ചകളായിരുന്നു. ദൈവികമായ ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ടതിന് ശേഷം സംഭവിക്കുന്നതായിട്ടുള്ള അനേക തകർച്ചകൾ. യോസെഫ് അവിടുന്ന് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ഭക്ഷണപ്പൊതിയുമായിട്ട് ചെല്ലുമ്പോൾ അവർ അവനെ പിടിച്ച് പൊട്ടക്കണക്കിലിട്ടു കൊല്ലുവാൻ നിരൂപിച്ചു. അതിനുശേഷം മിദ്യാന്യ കച്ചവടക്കാർ വന്നപ്പോൾ മിദ്യാന്യ കച്ചവടക്കാർക്ക് യോസെഫിന് വിറ്റു. അങ്ങനെ യോസെഫിനെ അടിമ കച്ചവടം നടത്തുന്ന ചന്തയിൽ കൊണ്ടുപോയി നിർത്തി. ഫറവോന്റെ അകമ്പടി നായകനായിരുന്ന പോത്തിഫർ, അതായത് ആ ഫറവോന്റെ പട്ടാളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന പോത്തിഫർ അവനെ വില കൊടുത്തു വാങ്ങി. അങ്ങനെ പോത്തിഫറിന്റെ വീട്ടിൽ അവൻ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ യോസെഫിന്റെ ഹൃദയത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോകണം, അപ്പൻ്റെ അടുക്കിലേക്ക് എങ്ങനെയെങ്കിലും പോകണം, സഹോദരന്മാരുടെ അടുക്കിലേക്ക് എങ്ങനെയെങ്കിലും പോകണം. അന്യഭാഷ, ഭക്ഷണം ശരിയാകുന്നില്ല, കാര്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല. വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ജീവിതം. പക്ഷെ ദൈവം യോസെഫിനോട് കൂടെ ഇരുന്നു. അവിടുന്ന് പുറത്തു പോകാൻ നിവൃത്തിയില്ല, വില കൊടുത്ത് വാങ്ങിയതാ. അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവൻ ആ പോത്തിഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമയാണ്. അതും ഫറവോന്റെ പട്ടാളത്തിന്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോകാൻ പറ്റുകയില്ല. അവൻ അവിടെ പതുക്കെ ഇണങ്ങി അവൻ ഭാഷയെല്ലാം പഠിക്കാനായിട്ട് ആരംഭിച്ചു. ആദ്യമൊന്നും അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വളരെ കഷ്ടപ്പാടുകൾ തന്നെ ആയിരിക്കണം. ഒന്നും മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് ഇവന് മനസ്സിലാകുന്നില്ല, ഇവൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ ഭാഷ പഠിച്ചു. അവൻ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ തുടങ്ങി. ആ ഭക്ഷണത്തിൻ്റെ രുചികളെല്ലാം അവൻ ഒത്തുവരുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം അവൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവം അവനോട് കൂടെയിരുന്നു. ഇത് പോത്തിഫറിന് മനസ്സിലായി. അപ്പോൾ ആ വീടിൻ്റെ മൊത്തം ചുമതല യോസെഫിനെ അവൻ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മൊത്തം ചുമതല ഏൽപ്പിച്ചു. എങ്കിലും അവിടെ പോത്തിഫറിന്റെ ഭാര്യ തിന്ന് കൊഴുത്തിങ്ങനെ ഇരിക്കുകയല്ലേ, വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇഷ്ടം പോലെ പരിചാരകരുണ്ട്, ഇഷ്ടം പോലെ വേലക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, വേറെ പണികളൊന്നുമില്ല. ഇയാളാണെങ്കിൽ പട്ടാളത്തിൽ പോയ എല്ലാ ദിവസവും ഒന്നും ഒരു രക്ഷ വരുമായിരിക്കില്ല. ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവൾക്ക് ആകെ എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ തീൻപുളപ്പ് മൂലം ഈ ചെറുപ്പക്കാരനെ വശീകരിക്കാൻ ശ്രമിക്കുകയും അവനുമായിട്ട് കിടക്ക പങ്കിടുവാൻ പല പ്രാവശ്യം ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇല്ല, ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇവിടെയുള്ള ഈ വസ്തുവകളെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നാൽ നിന്നെ യജമാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവത്തോട് ഈ മഹാദോഷം ഞാൻ പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞു അവൻ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവളുടെ തുടർച്ചയായ ഇംഗിതങ്ങൾക്ക് അവൻ നിൽക്കാതെ വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? ഇന്നൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാവരും പോയി അങ്ങ് വീണ് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന നിമിത്തം യോസെഫ് അവിടുന്ന് ഓടുവാൻ ശ്രമിച്ചു. ഒരു ദിവസം അവൻ ജോലി ചെയ്യാൻ മുറിയിൽ ചെന്നപ്പോൾ അവനെ കയറി പിടിച്ചപ്പോൾ അവൻ്റെ പുറംകോട്ട് ഇട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞു. അപ്പോൾ അവൾ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി, യജമാനൻ കൊണ്ടുവന്നിച്ചിരിക്കുന്ന ഈ അടിമ എന്നെ ബലാത്കാരം ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഞാനിപ്പോൾ നിലവിളിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ ബലാത്കാരം ചെയ്യുമായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ യജമാനൻ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അകമ്പടി നായകൻ അങ്ങനെ പോത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ, ഫറവോന്റെ അടുക്കലുള്ള കാരാഗ്രഹത്തിൽ ഇവനെ കൊണ്ടുപോയി ഇടുകയാണ്, കുണ്ടറയിൽ കൊണ്ടുപോയി ഇടുകയാണ്. ചെയ്യാത്ത തെറ്റിന് 2 വർഷം അവനെ കിടക്കേണ്ടതായിട്ട് വന്നു. ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന അനേകരെ നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പീഡനക്കുറ്റം ചുമത്തിയും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കള്ളക്കേസുകളെല്ലാം കുടുക്കി മുടക്കിയെല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്മയാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ 2 വർഷക്കാലം അവൻ അവിടെ കിടക്കുന്ന സമയത്താണ് ഈ ഫറവോ രാജാവിൻ്റെ തന്നെ പാനപാത്രമാഹരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും, അതായത് ഫുഡിന്റെ ചുമതലയുള്ള ആ വലിയ മേൽവിചാരകന്മാരെ ഏതോ കുറ്റം ചെയ്യുകയും ഫറവോ അവരെ പിടിച്ച് ജയിലിലാകപ്പെടുകയും ചെയ്തു. അത് വന്ന് വീണത് കറക്റ്റ് യോസെഫ് കിടക്കുന്ന ആ കാരാഗ്രഹത്തിലാണ്. അപ്പോൾ അവിടെയുള്ള കാരാഗ്രഹത്തിന്റെ പ്രമാണി യോസെഫിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. അവർക്ക് മനസ്സിലായി ഇവൻ ഒരു ചെയ്യാത്ത കുറ്റം ചെയ്തിട്ടാണ് ഈ പയ്യൻ ഇവിടെ വന്ന് കിടക്കുന്നത്, ഇവൻ ദോഷമൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അവർ ചോദിച്ചിട്ടുണ്ടാവും, എന്നാടാ നീ കാണിച്ചത്, നീ പോത്തിഫറിന്റെ ഭാര്യയെ കയറി പിടിക്കാൻ പോയോ? ഇല്ല യജമാനെ, അതൊക്കെ ആ സ്ത്രീയാണ് എൻ്റെ പിന്നാലെ നടന്നത്, ഞാൻ അങ്ങനെ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവനതൊക്കെ പറഞ്ഞു കാണും. എന്തായാലും അയാൾക്ക് അനേക കുറ്റവാളികളെ കൈകാര്യം ചെയ്തിട്ടുള്ള അയാൾക്ക് മനസ്സിലായി ഇയാൾ ഒരു നിരപരാധിയാണ്, ഇവനൊരു പാപം ചെയ്യാത്തവനാണ്, കുറ്റം ചെയ്യാത്തവനാണ് മനസ്സിലായി. അങ്ങനെ കാരാഗ്രഹ പ്രമാണി പല കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചു. അങ്ങനെ ഇവരുടെ ഉത്തരവാദിത്തങ്ങളും
സ്വപ്നങ്ങളും അവനെ ഏൽപ്പിച്ചു. ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര വിഷമിച്ചിരിക്കുക. എന്താണ് നിരാശപ്പെട്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തരാമെന്ന്. രണ്ടുപേരും കണ്ടത് വ്യത്യസ്തമായ സ്വപ്നങ്ങളായിരുന്നു. രണ്ടുപേരുടെയും സ്വപ്നങ്ങളുടെ അർത്ഥം അവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ പാനപാത്രവാഹകൻ എന്തായാലും വീണ്ടും ജോലിയിൽ പ്രവേശിക്കുമെന്ന് ഇവൻ പറഞ്ഞു കൊടുത്തു. ഇവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇവന് ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ ദയവ് ചെയ്ത് ഫറവോന്റെ അടുക്കൽ ഞാനിങ്ങനെ ഒരു നിരപരാധിയായിട്ട് ഇവിടെ കിടക്കുകയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ച് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കാം എന്നും പറഞ്ഞ് വാക്കെല്ലാം കൊടുത്ത് പോയിട്ടുണ്ടാകും. എന്നാൽ അവിടെ ചെന്നപ്പോൾ അയാളതൊക്കെ മറന്നുപോയി. അയാൾ പിന്നെ ഇവന്റെ കാര്യം ഓർത്തു പോലുമില്ല. പക്ഷെ ഇവൻ വീണ്ടും ജയിലിൽ കിടക്കുക. അപ്പം നമുക്ക് നന്മ ചെയ്യേണ്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർ മുഖാന്തരം നമുക്ക് നന്മ ലഭിക്കുമെന്ന് നാം വിചാരിച്ചിരിക്കുന്ന ചില ആളുകൾ, അവർ നമുക്ക് നന്മ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. പക്ഷെ അവർ നന്മ ചെയ്യാതിരുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയായിട്ട് മാറുകയാണ്. കാരണം യോസെഫിനെ ഈ പാനപാത്രവാഹകൻ ഫറവോന്റെ അടുക്കൽ ചെന്ന് തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവനെ രക്ഷിച്ചിരുന്നു എങ്കിൽ അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങും. അവനൊരു പക്ഷേ ഇനി പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അവിടെ ഏതെങ്കിലും ഭാഷയൊക്കെ അറിയാവുന്നുണ്ട്, ഏതെങ്കിലും പെട്ടിക്കടയിലോ ഏതെങ്കിലും മാടക്കടയിലോ ഏതെങ്കിലും വയലിലോ ഏതെങ്കിലും ജോലിക്കാരനായിട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം അതിന്റെ പരിസമാപ്തിയിലേക്ക് അവനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിനുള്ളിൽ ചില കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോവുകയാണ്. നീണ്ട കുറെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയിൽ അവൻ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫറവോ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. അത് 2 പ്രാവശ്യം കാണുന്നു. 2 തരത്തിലുള്ള സ്വപ്നങ്ങളെ കാണുന്നു. അർത്ഥമറിയിക്കാനായിട്ട് മന്ത്രവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല, ശൂന്യക്കാർക്ക് കഴിഞ്ഞില്ല, അവിടെയുള്ള പൂജാരികൾക്കൊന്നും കഴിഞ്ഞില്ല. ഉടനെ ഫറവോന്റെ അടുത്ത് ഈ പാനപാത്രവാഹകൻ പറയുകയാണ്, ഇപ്പോഴാണ് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നത്. ഒരുവൻ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു, അവനിങ്ങനെ സ്വപ്നങ്ങളുടെ അർത്ഥം പറയുന്നവനാണ്. അങ്ങനെ അവനെ അവിടെ കൊണ്ടുവരികയും പിന്നീട് നടന്ന സംഭവങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവനെ ഫറവോ രാജാവിന്റെ 2ാമനാക്കി മാറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവിധ കാര്യങ്ങളും ദൈവം നിന്റെ പരമമായ നന്മയ്ക്കായിട്ട് മാറ്റുന്നു. അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും സംശയിക്കേണ്ട, ദൈവത്തെ ഒരിക്കലും അവിശ്വസിക്കേണ്ട. നമ്മുടെ കർത്താവ് വാക്ക് മാറാത്തവനാണ്. അവൻ തക്ക സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഇന്ന് നീ പോകുന്ന പോരാട്ടം നീണ്ടതാണ്, നെടുനീളായിട്ടുള്ള പോരാട്ടമാണ്, വളരെ വർഷങ്ങളായിട്ടുള്ള പോരാട്ടമാണ്, യുദ്ധമാണ്. ഇതിൽ നിന്ന് ജയിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം നീ തോന്നിയേക്കാം. എന്നാൽ ദൈവം തക്ക സമയത്ത് നിന്നെ വെളിയിൽ കൊണ്ടുവരും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ സംശയിക്കലേ, ദൈവത്തെ അവിശ്വസിക്കലേ. നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കാം. അവൻ തക്ക സമയത്ത് നമ്മുടെ നന്മയ്ക്കാക്കിയിട്ട് എല്ലാം തീർക്കും. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവനാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ തക്കണം കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വചനം തന്നതിനായിട്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.